ആരാകും മന്ത്രിമാർ? വളരെ നിർണായകമായ ആ മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കന്റോൺമെന്റ് ഹൗസിലാണ്. ഇവിടെയാണ് ചർച്ചകളുടെ ശ്രദ്ധാകേന്ദ്രം. ചർച്ചകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ന് കന്റോൺമെന്റ് ഹൗസാണ്. നമുക്ക് ലീഗിന്റെ കാര്യം സംസാരിച്ചതിന് ശേഷം കേരള കോൺഗ്രസിന്റെ കാര്യം കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. കാരണം കേരള കോൺഗ്രസ് വിചാരിക്കുന്നത് മധ്യ കേരളത്തിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള വലിയ വിജയത്തിന്റെ ഒരു മേജർ ഷെയർ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് കേരള കോൺഗ്രസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 മന്ത്രിസ്ഥാനം എന്ന് കേരള കോൺഗ്രസ് കരുതുന്നു. 2 മന്ത്രിസ്ഥാനം ഉണ്ടായ ഒരു മന്ത്രിയും നിശ്ചയമായും മോൻസ് ജോസഫാണ്. 2ാം മന്ത്രിയായി തോമസ് ഉണ്ണിയാടന്റെയും അതുപോലെ തന്നെ അപ്പു ജോൺ ജോസഫിന്റെയും പേരുകൾ പരിഗണിക്കപ്പെടും. ഒരു മന്ത്രി, ഒരു ചീഫ് വിപ്പ് എന്നുള്ള നിലയിൽ ആകാം ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഫോർമുല. ആദ്യം നമുക്ക് കേരള കോൺഗ്രസിന്റെ പ്രതികരണം കേൾക്കാം, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ വിജയം യുഡിഎഫിന് നേടുവാൻ സാധിച്ചു. ആ വിജയത്തിനോടൊപ്പം തന്നെ 8 സീറ്റിൽ 7 സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചു. വിട്ടുവീഴ്ച ചെയ്ത ഏക പാർട്ടി കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇടുക്കിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും വിട്ടുകൊടുക്കുകയും തൃക്കരിപ്പൂര് എക്സ്ചേഞ്ച് ചെയ്ത് കാഞ്ഞങ്ങാട് എടുക്കുകയും ചെയ്തു. ഈ 3 സീറ്റും തൃക്കരിപ്പൂരും ഇടുക്കിയും ഏറ്റുമാനൂരും യുഡിഎഫിന് വലിയ വിജയം നേടാൻ സാധിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 87.5%, 8ൽ 7 സീറ്റ് ജയിച്ചതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. 2 മന്ത്രിസ്ഥാനമാണ് കേരള കോൺഗ്രസ് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് അനുവദിച്ച് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒന്നാണെങ്കിൽ അതിൽ ഞങ്ങൾ 2 ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 ഞങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും 2 അവകാശപ്പെട്ട ചീഫ് വിപ്പ് പദവി എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മന്ത്രിസഭാ സീറ്റ് സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. അത് കിട്ടും. അത് തീർച്ചയായിട്ടും തരേണ്ടതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് എത്തിയില്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളിൽ നിങ്ങൾ വഴങ്ങാനുള്ള സാധ്യതകളുണ്ടോ? ഇല്ല, വഴങ്ങാനുള്ള സാധ്യതയൊന്നുമില്ല. 2 മന്ത്രിസ്ഥാനങ്ങൾ ഞങ്ങൾ ഉറച്ചു നിർത്തുക. 87% സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഞങ്ങൾക്ക് എത്ര മന്ത്രി എന്ന് കേരള കോൺഗ്രസ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ്. വലിയ വിജയം നേടിയ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് എന്നുള്ളത്. TS ഹരികൃഷ്ണനുണ്ട്. ഹരി, 2 മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. പക്ഷെ 2 മന്ത്രിസ്ഥാനം ലഭിക്കുമോ? ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ലഭിക്കും. രണ്ടാമത്തേത് എന്തായിരിക്കും എന്നുള്ളതാണ് അറിയണത്. അത് 2ാമത്തെ മന്ത്രിസ്ഥാനമായിരിക്കുമോ അല്ലെങ്കിൽ ചീഫ് വിപ്പ് പോലുള്ള മറ്റെന്തെങ്കിലും പദവി ആയിരിക്കുമോ നൽകുക എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അതിലൊന്നും ഒരു വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് തോമസ് ഉണ്ണിയാടൻ ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതായത് പാണക്കാട് ഹാളിലായിരുന്നു ഞാൻ നിന്നത്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് തോമസ് ഉണ്ണിയാടനൊപ്പം തന്നെ മാണി സി കാപ്പനും പോലുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് മടങ്ങുകയും ചെയ്തു. ആ സമയത്താണ് തോമസ് ഉണ്ണിയാടിൻ്റെ അടുത്ത് പ്രതികരണം ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആവശ്യപ്പെട്ടത് 2 മന്ത്രിസ്ഥാനമാണ്. ആ 2ന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ആ 2ഉം കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലും പദവികൾ നൽകുന്നതിനെ പറ്റി ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. 2 മന്ത്രി, അതായത് മോൻസ് ജോസഫ് 1ാമത്തെ മന്ത്രി, പ്രഥമ പരിഗണന അദ്ദേഹത്തിന് തന്നെയായിരിക്കും. 2ാമത്തെ ഒരു മന്ത്രിസ്ഥാനം കൂടി ഉണ്ടെങ്കിലേ ഈ പ്രതികരിച്ച തോമസ് ഉണ്ണിയാടനായാലും അപ്പു ജോൺ ജോസഫിനായാലും അവർക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. മറ്റൊരു പദവിയിലും ഒരു വഴങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. 2 മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ ലീഗിനും ഒരു 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് മുന്നണി എത്തുകയാണെങ്കിൽ അപ്പോൾ ജോസഫ് വിഭാഗത്തിന് 2ാമതൊരു മന്ത്രിസ്ഥാനം കൂടി കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് അറിയേണ്ടത്. തീർച്ചയായിട്ടും 2 മന്ത്രിസ്ഥാനം ജോസഫ് വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 2 മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് എങ്കിൽ മോൻസ് ജോസഫ് കേരള കോൺഗ്രസിന്റെ മന്ത്രിയാവാനാണ് എല്ലാ സാധ്യതയും. അപ്പു ജോൺ ജോസഫ് ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. തോമസ് ഉണ്ണിയാടൻ വളരെ സീനിയറായി ഉള്ള ഒരു നിയമസഭാ അംഗമാണ്. അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ R ബിന്ദുവിനെ പരാജയപ്പെടുത്തിയെത്തുമ്പോൾ അദ്ദേഹത്തിന് ചീഫ് വിപ്പ് പദവി ലഭിക്കാനാണ് എല്ലാ സാധ്യതയും.